10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഡാറ്റാബേസിൽ നിന്നുള്ള ചോദ്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ടേബിൾ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, DB ബ്രൗസർ ഫോർ എസ്ക്യുലേറ്റ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് താഴെ നൽകിയ സൂചനകൾക്കനുസൃതമായി ഒരു ഡാറ്റാബേസ് നിർമ്മിക്കുക. സൂചനകൾ: ഡാറ്റാബേസ് ഹോമിലെ example പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _സ്കൂൾ എന്ന പേരിൽ സേവ് ചെയ്യുക. ഡാറ്റാബേസിൽ സ്റ്റുഡൻസ് എന്ന പേരിൽ താഴെ പറയുന്ന ഫീൽഡുകൾ ഉള്ള ഒരു ടേബിൾ നിർമ്മിക്കുക. സ്റ്റുഡൻറ്റ് ID എന്ന ഫീൽഡ് പ്രൈമറി കീയായി സെറ്റ് ചെയ്യുക. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എസ്ക്യുലേറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ DB എന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ DB ബ്രൗസർ ഫോർ എസ്ക്യുലേറ്റ് എന്ന് കാണാം. നമ്മൾ പുതിയൊരു ഡാറ്റാബേസ് നിർമ്മിക്കുക. ന്യൂ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ exam10 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. exam10 പ്രൊഡക്ട്സ് എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _സ്കൂൾ സ്കൂൾ എന്ന പേരിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. സ്കൂൾ എന്ന പേരിൽ സേവ് ചെയ്യുക. സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ടേബിളിന് ഒരു പേര് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, രജിസ്റ്റർ നമ്പർ _സ്കൂൾ എന്ന പേരിൽ സേവ് ചെയ്തു. ഇനി ഡാറ്റാബേസിൽ സ്റ്റുഡൻസ് എന്ന പേരിൽ താഴെ പറയുന്ന ഫീൽഡുകളുള്ള ടേബിൾ നിർമ്മിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന പേര് ടേബിളിന് നൽകേണ്ടതുണ്ട്. ഇവിടെ ടേബിൾ എന്നതിന് താഴെ സ്റ്റുഡൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ആഡ് ക്ലിക്ക് ചെയ്യാം. സ്റ്റുഡൻസ് എന്ന ടേബിളിലെ ഓരോ ഫീൽഡ്സും ഉൾപ്പെടുന്നതിന് വേണ്ടി ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ID ആണ് നൽകാൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് _ ഷിഫ്റ്റ് മൈനസ് ആണ്. സ്റ്റുഡൻറ്റ് ID എന്നത് ടെക്സ്റ്റ് ഡാറ്റയാണ്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ഇതിനെ പ്രൈമറി കീ ആയി നിർവചിക്കാം. അതായത് ഒരേ നമ്പറിൽ 2 കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ്, വീണ്ടും ഫീൽഡുകൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊടുക്കേണ്ടത് സ്റ്റുഡൻറ്റ് നെയിമാണ്. സ്റ്റുഡൻറ്റ് _നെയിം. സ്റ്റുഡൻറ്റ് നെയിം ആയതുകൊണ്ട് അതൊരു ടെക്സ്റ്റാണ്, അക്ഷരങ്ങളാണ്. അതുകൊണ്ടത് അതും ടെക്സ്റ്റാണ്. സ്റ്റുഡൻറ്റ് ID എന്നതിൻ്റെ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പും ടെക്സ്റ്റ് ആണ്. നെക്സ്റ്റ്, അടുത്ത ഫീൽഡ് ഉൾപ്പെടുന്നതിന് വേണ്ടി വീണ്ടും ആഡിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഏജ് കൊടുക്കുക. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി കീയായി നിർവചിക്കാൻ സ്റ്റുഡൻറ്റ് ID ആണെന്ന് മനസ്സിലാക്കാം. ടെക്സ്റ്റ് സ്റ്റുഡൻറ്റ് നെയിം, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് IDയും ടെക്സ്റ്റാണ്. ഏജ് ഇൻറ്റീജർ ആണ്. അതുപോലെ തന്നെ ഇയറൊക്കെ വന്നാൽ അത് നമ്പർ അതെല്ലാം ശ്രദ്ധിക്കുക. അതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടേബിൾസ് എന്നതിൻ്റെ താഴെ സ്റ്റുഡൻസ് എന്ന ടേബിൾ വന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ ഫീൽഡ് ഇവിടെ കാണാം. സ്റ്റുഡൻറ്റ് ID, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്.
അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം റൈറ്റ് ചേഞ്ചസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം.